നമ്പൂതിരി സമുദായത്തിലുള്ള ചില ആചാരങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവതരിപ്പിക്കുന്നത്. എന്നോടൊപ്പം പ്രസിദ്ധ ബ്രഹ്മശ്രീ മാധവൻ നമ്പൂതിരിയുടെ മകൻ ആയ വാച്ചവാദ്യാൻ മാധവൻ നമ്പൂതിരിയുടെ മകൻ ആയ വാച്ചവാദ്യാൻ ഈശ്വരൻ നമ്പൂതിരി എന്നോടൊപ്പമുണ്ട്. ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ പുതിയ തലമുറ ഇപ്പോൾ ധാരാളമായി പുംസവനം, ഗൃഹപ്രവേശം, ബഹുസേവ, അങ്ങനെ ഗ്രഹണങ്ങൾ അത്യാവശ്യ കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു താല്പര്യം പ്രകടിപ്പിച്ചു വരുന്നുണ്ട്. ആ താല്പര്യം പ്രകടിപ്പിച്ചു വരുന്ന അവർക്ക് എന്തൊക്കെയാണ് അതിലേക്ക് വേണ്ട, എന്തൊക്കെയാണ് ഒരു കൂട്ടി വരേണ്ട സംഗതികൾ എന്നുള്ള കാര്യകാരണങ്ങൾ, അതിനുള്ള മെറ്റീരിയൽ എന്തൊക്കെയാണ്, അതിൻ്റെ പാത്രങ്ങൾ എന്തൊക്കെയാണ്, അതിനെന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് കൂടി ഇതിനെ ഇൻക്ലൂഡിങ് ചെയ്തിട്ട് ഞാനും ബ്രഹ്മശ്രീ വാച്ചവാദ്യാൻ ഈശ്വരൻ നമ്പൂതിരിയും കൂടി ഒരു സംഭാഷണം. ഇത്രമാത്രം. ഈശ്വരനെ സ്വാഗതം. നമസ്കാരം. ജ്ഞാനത്തിൻ്റെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇന്നത്തെ തലമുറയിൽ ഇതൊക്കെ എല്ലാവരും നടത്തി വേണ്ടല്ലോ. അതായത് അപ്പോൾ കരിവള്ളൂരിലുള്ള ആളെ ആയ ഈശ്വരൻ ഇങ്ങനെ ഓരോന്നിലായിട്ട് ഇങ്ങനെ ലോകം മുഴുവൻ നിറഞ്ഞെ പറയാം സംഗതികൾ. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള പോലെയുള്ള യൂത്ത് ഓരോ ജോലി സംബന്ധമായിട്ട് എറണാകുളത്തും തൃശ്ശൂരും കോഴിക്കോടും അവിടെയൊക്കെ വരുമ്പം അവർക്ക് താല്പര്യം വരുമ്പോൾ വേഗം ഈശ്വരേട്ട അതുകൊണ്ട് ഈശ്വരേട്ടനെ വിളിക്കും. ഈശ്വരേട്ടൻ്റെ ഒരു ഇതെല്ലാം വിജയിക്കണം, ഇങ്ങനെ പോകണം എന്നുള്ള ഒരു മനസ്സ് കൊണ്ട് അവിടെ നിന്ന് ഓടിച്ചാടി ഇവിടെ എത്തും. ഇവിടത്തെ കഴിഞ്ഞ് വേഗം രാത്രി തിരിച്ച് അങ്ങോട്ട് പോകും. ഇങ്ങനെ ഒരു ഓട്ടാണല്ലോ. ഇത് സാധാരണ എല്ലാവരും ചെയ്യില്ല, കാരണം മടി പിടിച്ചിരിക്കും. പക്ഷെ ഇത്തരം കാര്യങ്ങളിൽ അത് നല്ല നിലയിൽ ഡെവലപ്മെന്റ് ചെയ്തിട്ട് വരണം എന്നുള്ളതും പുതിയ തലമുറക്കാർ ഇതിൽ താല്പര്യം ഉണ്ടാവണം എന്നുള്ളതിൻ്റെയും അശ്രാന്തമായ ഒരു പരിശ്രമമുണ്ട്. അത് സാധാരണ പുംസവനം ഉണ്ടല്ലോ, അത് എന്താണ് അതിൻ്റെ ഉദ്ദേശശുദ്ധി? പുംസവനം ഷോഡശകർമ്മത്തിൽ പെട്ട ഒരു കർമ്മമാണ് പുംസവനം. അത് സാധാരണഗതിയിൽ അതുണ്ടെങ്കിൽ മാത്രമേ ഈ ഷോഡശകർമ്മം മുഴുക്കുന്നുള്ളൂ. ആ ഷോഡശകർമ്മം മുഴുവനും ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ പണ്ട് കാലങ്ങളിൽ നിർബന്ധമായിട്ടും ബ്രാഹ്മണ ആയിട്ട് അംഗീകരിക്കുന്നു. അപ്പോൾ പണ്ട് കാലത്ത് ഇത് പൂർണ്ണമായിട്ടും എല്ലാം നടത്തിക്കൊണ്ടുണ്ടായിരുന്നതാണ്. ഇപ്പോൾ കാലസ്ഥിതിക്കനുസരിച്ച് കുറേ മാറ്റങ്ങൾ വന്നുപോയി. ഇപ്പോൾ തിരിച്ച് ആദ്യം വീണ്ടും ഇതെല്ലാം വേണമെന്നുള്ളൊരു ചിന്താഗതിയിലേക്കാണ് പുതിയ ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികളും കുറച്ച് പഴയ ആൾക്കാരും അതിലേക്ക് തിരിച്ചു വരണം എന്നുള്ളൊരു താല്പര്യത്തോടു കൂടി തന്നെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു താല്പര്യം ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ പല സ്ഥലത്തും ഓടിയെത്താനും നമുക്കൊരു മനസ്സ് തോന്നുന്നത്. അവർക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടാവുന്നത് കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ അതിന് പുറപ്പെടില്ല. പുംസവനം എന്ന് പറയുന്നത് എത്രാമത്തെ മാസത്തിലാണ്, എങ്ങനെയൊക്കെ അതിൻ്റെ ഇത് നക്ഷത്രമോ അല്ലെങ്കിൽ കാലോ മാസമോ എന്താകാൻ വെച്ചാൽ ഉണ്ടാവും? അതാണ് ഗർഭാധാനം, അതായത് ഗർഭം ധരിച്ചു എന്ന് നമ്മൾ ഉറപ്പായാൽ ഇന്നത്തെ സാഹചര്യത്തിൽ സമ്പ്രദായത്തിൽ പല രൂപത്തിലും അത് പരീക്ഷണ മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ 3-ാം മാസം ആണ് അതിന് വിധിച്ചിട്ടുള്ള സമയം. ആദ്യത്തെ ഗർഭമാണെങ്കിൽ 4-ാം മാസം പതിവുണ്ട്, 5-ൽ പതിവില്ല, പിന്നെ 6 മുതൽ അങ്ങോട്ട് എപ്പോഴും ആവാം. അങ്ങനെയാണ് അതിൻ്റെ സമ്പ്രദായം. അതിൽ പൂയം നക്ഷത്രത്തിൽ ഞായർ, ചൊവ്വ, വ്യാഴം ഏതെങ്കിലും ഒരാഴ്ചയിൽ പൂയം നക്ഷത്രം കിട്ടുന്ന ഒരു ദിവസം വേണം നമുക്കിത് ചെയ്യാം. അതായത് ഈ പുംസവനം എന്നുള്ള ക്രിയ നടക്കുന്ന സമയത്ത് പൂയം നക്ഷത്രം ഉണ്ടായിരിക്കണം. ആ സമയത്ത് അപ്പൊ ഈ അന്നത്തെ ഈ പുംസവനത്തിന് എന്തൊക്കെയാണ് അതിന്റെ ഒരു കൂട്ടങ്ങളൊക്കെ വേണ്ടത്? കൂട്ടങ്ങൾ ഒരു നാണയമുഖത്തിന്റെ ഒരു ഇത് വേണം. അത് 2 പേരായാലും മതി, 4 പേര് വേണം നിർബന്ധമില്ല, 2 പേരായാലും മതി. പിന്നെ അത് കഴിഞ്ഞ ഒരു വലിയൊരു ഹോമമുണ്ട്, കൂട്ടച്ചമതിയായിട്ടുള്ളൊരു ഹോമം, അതുണ്ട്. അതാണ് എൻ്റെ ഇതിൽ. എൻ്റെ അവസാനം ഈ ഹോമത്തിൻ്റെ വിശേഷമായിട്ടുള്ള
മന്ത്രങ്ങളെ കൊണ്ട് ചെയ്ത് ആജ്യാഹുതിയും ചെയ്തിട്ടുള്ള ഹോമശേഷമായിട്ടുള്ള നെയ്യ്, അത് ഈ പത്നിയുടെ, അത് ഈ കുട്ടീൻ്റെ പിന്നെ വായിൽ മന്ത്രത്തോട് കൂടിയിട്ട് വീഴ്ത്തി കൊടുക്കുക എന്നുള്ളതാണ് ഭർത്താവ്. അതെ, പിൻഭാഗത്ത് നിന്നിട്ട് അത് ഓരോരോ വിഭാഗങ്ങളിലും ഓരോ സമ്പ്രദായത്തിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്. പ്രാദേശികമായിട്ടും ചില വ്യത്യാസങ്ങളൊക്കെ കാണാം. പക്ഷെ നമുക്കൊക്കെ പിൻഭാഗത്ത് നിന്ന് വായിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന ഒരു സമ്പ്രദായം. അപ്പം ഈ സഹധർമ്മിണി ഇരിക്കുകയും ചെയ്യും, ഭർത്താവ് പിന്നില് നിൽക്കുകയും ചെയ്യും. ഇതാണ് അതിന്റെ സന്ദർഭത്തിൽ. പിന്നെ ഈ പറഞ്ഞ മാതിരി നമ്മളിപ്പോ നാണിമുഖം നിർമ്മിച്ച എത്ര പേര്, അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, അതിന് എത്ര പേര് വേണം എന്നുള്ളതിനൊരു ചെറിയൊരു ഡെവലപ്മെന്റ് അതാണ്. എല്ലാവർക്കും പെട്ടെന്ന് പുതിയ തലമുറക്കാരായിരിക്കും ഇതിൽ അധികം ഇഷ്ടപ്പെടുക. ഏത് ഈ വീഡിയോ പുതിയ തലമുറക്കാരോ, അപ്പൊ അവർക്ക് പെട്ടെന്ന് ഇപ്പൊ അതിൽ 5 ആള് വേണോ 10 ആള് വേണോ എന്നുള്ള കാര്യമായിട്ട് ഈ വിഷയങ്ങളിൽ ധാരണ ഇല്ലാത്തവരുണ്ടാവും. അപ്പൊ അവർക്കിത് ഈ പിന്നെ ഇത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ എളുപ്പമാണ് ഈ ഒരു ഉണ്ടായാൽ അവർക്ക്. അപ്പം സാധാരണഗതിയിൽ ഇപ്പൊ 2 പേര് നാണ്യമുഖത്തിന്, 2 പേര് നാണ്യമുഖത്തിന് വേണം. പത്നി തുടർന്നിരുന്നിട്ട് ഈ ക്രിയ നാണ്യമുഖം പത്നിയനുസരിച്ച് നാണ്യമുഖം മുഴിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് ഹോമം ആരംഭിക്കുക. ഹോമത്തിൻ്റെ അജ്യാഹുതിക്കും വിശേഷം, പക്വത്തിനും വിശേഷമുണ്ട്, അജ്യാഹുതിക്കും വിശേഷമുണ്ട്. അതും കഴിഞ്ഞ് പിന്നെ ബ്രഹ്മോത്ഥാപനം വരെ കഴിഞ്ഞാൽ ദാനം മുഹൂർത്തം ചെയ്ത് ഈ നെയ്യ് സേവിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇതിലിപ്പോ നാണ്യമത്തിൽ നമ്മൾ ഇതിൽ പങ്കെടുക്കാലോ. ഒരാളിപ്പോ കിട്ടിയില്ല വിചാരിച്ചാൽ പങ്കെടുക്കാം. ചില ഇതിനെ അങ്ങനെ പറ്റില്ല. അത് ചില ഇല്ല പറ്റില്ല. അപ്പൊ ഇതിനിപ്പോ അതും സാധിക്കാം. കാരണം 2 പേരേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട്. അതെ, പല തിരക്കിന്റെ ഇടയിലും പല തിരക്കിന്റെ ആളെ നമുക്ക് ഈ വക മുട്ടുശാന്തി ഈ വക കാര്യങ്ങൾക്കൊക്കെ ഇതിപ്പോ നമ്മള് ചെറുപ്പക്കാര് മുന്നേറ്റ് വരാന്നുള്ള താല്പര്യം ഉണ്ടെങ്കിലും ശരി, അതിലേക്ക് ഈ ക്രിയാതി കാര്യങ്ങൾ മറ്റേത് കിട്ടാനാണ് ആളെ ബുദ്ധിമുട്ടുകൾ. അതെ, ബുദ്ധിമുട്ടുകൾ പലതുകൊണ്ട് അതിലേക്ക് അവരുടെ താല്പര്യമില്ല. പിന്നെ ഇതിലേക്ക് വേണ്ട ഈ ഹോമകുണ്ഡം, പിന്നെ ശുദ്ധമായിട്ടുള്ള നെയ്യ്, പ്ലാവിറക്, ചകിരി, ഒരു ഹോമത്തിന് അത്യാവശ്യം വേണ്ടുന്ന ബാക്കിയുള്ള ഒരു സൗകര്യങ്ങൾ. പിന്നെ നമ്മളുടെ ഈ പിന്നെ ഷോഡശകർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് ഓഡിറ്റോറിയത്തിൽ അല്ല, ശുഭം ചെറുതാണെങ്കിലും ശരി, ഇല്ലെന്ന് പറയണ നമ്മൾ താമസിക്കുന്ന അകത്താണ് നല്ലത്, ഏറ്റവും സുഖം. അപ്പോൾ പല സ്ഥലത്തും അത് ഈ പുക, ഹോമമൊക്കെ വരുമ്പോൾ പുകയൊക്കെ ആകുമ്പോൾ ചിലവർക്ക് മടിയുണ്ടാവും. അപ്പോൾ ചിലവർ പുറത്തുനിന്ന് മതി എന്നുള്ളൊരു താല്പര്യക്കാരുണ്ടാവും. ചിലവർ പറഞ്ഞു നോക്കും, പല സ്ഥലത്തും അകത്ത് മതി, അതാണ് നല്ലത് എന്ന് പറഞ്ഞു നോക്കും. ചിലവർ അംഗീകരിക്കും, ചിലവർക്ക് അതിനൊരു വൈഷമ്യം ഉണ്ടാവും. ചിലർക്ക് കംപ്ലീറ്റ് ഫ്ലാറ്റുകളൊക്കെ ആകുമ്പോൾ AC അതും ഇതൊക്കെ ആയിട്ട് അതിൻ്റെ ചില പ്രയാസങ്ങൾ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ എന്നിരുന്നാലും പിന്നെ വലിയൊരു ലോപമില്ലാണ്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഹോമപാത്രങ്ങള്, ഒരു സെറ്റ് ഹോമപാത്രം, കൂവട്ട, ചെറുവ, 2 ഓടകം, ഇത്രയും വേണം. അതെ, പിന്നെ ഒരു 4 പ്ലാവില, പച്ചപ്ലാവില, അത് ഗ്ലാസിന്റെ തലയുള്ളത്, ഗ്ലാസിന്റെ കൂട്ടച്ചമത, പരിധിക്കുള്ളത് 3 കഴിയുന്നതും ഇങ്ങനെയുള്ള സാധനങ്ങൾ നാട്ടിൽ നിന്ന് തന്നെ ശേഖരിച്ചാൽ സ്റ്റോറിനാവുമ്പോൾ അത് പലതും നമ്മൾ ഉദ്ദേശിച്ച സാധനം തന്നെ ആവണമെന്നില്ല. ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ശേഖരിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. എന്നാൽ ദ്രവ്യശുദ്ധി പൂർണ്ണമായിട്ടാവും. അപ്പൊ അത് നമുക്ക് ശേഖരിക്കാൻ പറ്റുന്ന വിഷയങ്ങളൊക്കെ തന്നെ ഉള്ളൂ. നമ്മളൊന്ന് കൂടെ മനസ്സ് വെക്കണം. അത് ചെയ്യാൻ താല്പര്യപ്പെടുമ്പോൾ ചെറിയൊരു മനസ്സ് വെച്ചാൽ നടക്കും. പിന്നെ ഇത് കഴിഞ്ഞതും പുലർച്ചെ പിറ്റേ ദിവസം മുതൽക്ക് ഇത് സേവിക്കുമല്ലോ. അത് പിറ്റേ ദിവസം മുതലല്ല, അത് ഈ നെയ്ജപം. അത് ഇത് പുംസവനം കഴിഞ്ഞിട്ട് അതിന്റെ വ്യത്യാസം അല്ലേ? അങ്ങനെയല്ല. ചില സമയം പുംസവനം നീണ്ടുപോവാം. കാരണം പിന്നെ ചില മാസങ്ങളിൽ ഈ 3-ാം മാസം ആവുമ്പോൾ ഈ പൂയം, ഞായർ, ചൊവ്വ, വ്യാഴത്തിൽ ഒത്തു കിട്ടണമെന്നില്ല. ചില മാസങ്ങളിൽ അത് കിട്ടില്ല. അപ്പം അങ്ങനെ കിട്ടാണ്ട് വരുമ്പോ ഈ 3-ഉം 4-ഉം കഴിഞ്ഞു പോകും. 5-ാം മാസമായാൽ പിന്നെ അത് പറ്റുകയില്ല. പിന്നെ 6-ലേ പറ്റും. നെയ്ജപത്തിന് നമ്മളത്രക്ക്
ഇങ്ങനെ ഇതായിട്ട് നോക്കേണ്ട വിഷയമില്ല. ദിവസങ്ങൾ നല്ലൊരു ദിവസം നോക്കിയാൽ വാങ്ങാൻ പറ്റും. അതിന് ദിവസം എല്ലാ മാസവും കിട്ടും. ഇതിനതുപോലെ കിട്ടണമെന്നില്ല. അതല്ല, ഇതിലിപ്പോ ഞാൻ പറഞ്ഞ ഇതിലിപ്പോ ഉത്സവ ദിവസം ഈ സേവനം തുടങ്ങിയല്ലോ, തുടങ്ങി. അപ്പൊ പിറ്റേ ദിവസം മുതൽക്ക് നമ്മൾ രാവിലെ എണീച്ചിട്ട് ഇത് സേവിച്ച ശേഷം ഭക്ഷണം അത് ഓരോരോ മാസം ഓരോരോ മന്ത്രങ്ങൾ എന്നുള്ളൊരു അതിന്റെ ഒരു ഉണ്ട്. ഓരോരോ മാസങ്ങൾ ഓരോരോ മന്ത്രങ്ങൾ ആയിട്ട് അത് സാധാരണഗതിയിൽ നവനീതം അന്ന് പിന്നെ കലക്കി ഉണ്ടാക്കുന്ന വെണ്ണ, ആ വെണ്ണയാണ് പ്ലാശിന്റെ ഇലയിലോ സ്വർണത്തിന്റെയോ വെള്ളിയിലോ കിരണത്തിലോ ആക്കിയിട്ട് അത് തൊട്ട് ജപിച്ച് അത് സാധാരണ തറവാടുകളിലൊക്കെ ആകുമ്പോ തേവാരത്തിന്റെ കൂട്ടത്തിൽ അങ്ങനെ തേവാരം പല സ്ഥലത്തും ഇല്ല. പിന്നെ ടൗണിലുള്ള ജീവിതങ്ങളിലും ഒട്ടും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ എന്നാലും ഒരു നെയ് വിളക്ക് വെച്ചിട്ട് അതാത മന്ത്രങ്ങള് പല ആൾക്കാരും താല്പര്യപ്പെടുന്നുണ്ട്. അത് പിന്നെ പ്രസവത്തിന് തന്നെ വളരെയധികം ഒരു കോംപ്ലിക്കേഷൻ ഇല്ലാതെ കൊണ്ട് സുഖപ്രസവത്തിന് ഇത് വളരെ പിന്നെ ഗുണം ചെയ്യുന്നുണ്ട്. അപ്പൊ അതും ധാരാളമായിട്ട് ഇപ്പൊ പതിവുണ്ട് ഈ വിഷയങ്ങൾ. വെണ്ണ നവനീതം അന്നാന്ന് രാവിലെ തന്നെ ഇത് കലക്കി ഉണ്ടാക്കി, അതായത് പോലുള്ള കഷ്ടപ്പാടൊന്നുമില്ല, അത്ര വേഗം കലക്കി ഉണ്ടാക്കാൻ പറ്റുമല്ലോ. അപ്പൊ അങ്ങനെ കലക്കി ഉണ്ടാക്കി ചെയ്യും. പിന്നെ ഇതില് ഏതൊക്കെ മന്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്? സരസ്വതൊക്കെ വരുമോ? അതില്ല, ഇല്ല, അതില്ല, അങ്ങനെയല്ല. അല്ല അല്ല, ഇത് അങ്ങനെയുള്ള ഇതല്ല. ഇതിൽ മന്ത്രങ്ങൾ മാത്രം. വെണ്ണ മന്ത്രം, പിന്നെ മന്ത്രം പിന്നെ ഈ വെണ്ണ തൊട്ട് മന്ത്രം ജപിച്ചിട്ട് ഓരോരോ ദിവസം ഓരോരോ മാസത്തിന് ഓരോരോ ഇതുണ്ട് മന്ത്രങ്ങൾ. അപ്പൊ അത് അവിടെ മുതൽ സേവിക്കുക എന്നുള്ളത്. അത് തുടങ്ങി അതെങ്ങനെ മുടങ്ങാണ്ട് പോകണം. അത് ഒന്ന് മനസ്സിൽ വെച്ചാൽ സാധിക്കുന്ന വിഷയമൊക്കെ തന്നെ ഉള്ളൂ. തുടങ്ങിക്കഴിഞ്ഞാൽ അതങ്ങനെ മുടങ്ങാണ്ട് പോകണം. പിന്നെ അതിലുള്ള ഒരു ഔഷധ സേവനം എന്ന് പറഞ്ഞിട്ടൊരു ക്രിയയാണ് പിന്നെയുള്ളത്. അതിലും ഈ പറഞ്ഞ പോലെ തന്നെ അത് കുറച്ച് ആയുർവേദമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിപ്പോ പലതും എനിക്ക് തന്നെ അറിയാത്ത അവസ്ഥയാണ്. ചില പിന്നെ മാസം സേവിക്കേണ്ട മരുന്നുകൾ ഓരോരോ ട്രേഡിലായിട്ടാണ് മാറി വരുന്നത്. അതെ, കാണുന്നില്ല. ആ സാധനം നമുക്ക് കാണാനും കൂടി കിട്ടിയിട്ടില്ല എന്റെ ഈ കാലത്തിന്റെ ഇടയിൽ. ഒരു 2 മരുന്ന് കണ്ടു കിട്ടിയില്ല, കുറെ അന്വേഷിച്ചിട്ടും കണ്ടു കിട്ടിയില്ല. ബാക്കി എല്ലാം നമ്മളെ സംഘടിപ്പിക്കാൻ പറ്റുന്നതാണ്. അതിനും ചിലവർ മുന്നോട്ട് വരുന്നുണ്ട്. ഔഷധ സേവനം എന്ന് പറഞ്ഞിട്ട് നാട്ടില് ചിലവര് ഓരോ മന്ത്രമുണ്ട്. വിശേഷമായിട്ട് ആ മന്ത്രം തൊട്ട് ജപിച്ച് സേവിക്കാൻ വേണ്ടിട്ട് വരുന്നുണ്ട്. അത് കാലത്തിനൊക്കെ നമ്മൾ മാറ്റങ്ങൾ വന്നു എന്നുള്ളതാണല്ലോ. ഇതിലേക്ക് തിരിച്ച് 3 ദിവസം ഓരോരോ മാസവും 3 ദിവസം ആണ് ജപിച്ച് കഴിക്കേണ്ടത്. അതെ, ഔഷധ സേവനമായിട്ട് ചെയ്യുന്നത്. ഇത്രയൊക്കെയാണ് ഇതിന്റെ ഏകദേശം ഒരു ചെറിയൊരു ഔട്ട്ലൈൻ. പിന്നെ സൽപുരുഷ സന്താനമായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പിന്നെ ക്രിയ ചെയ്യുന്നത്. അപ്പം അത് നമുക്ക് ഇതെല്ലാം ഒരു പ്രാർത്ഥനയാണ്. അപ്പം ഇത് ചെയ്താൽ അങ്ങനെ കിട്ടുമോയെന്ന് ഉറപ്പ് ചോദിച്ചാൽ അത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അതൊക്കെ മുകളിലുള്ള ഒരു സത്യമുണ്ട്. ആ സത്യത്തിന്റെ കയ്യിലാണ് നമ്മൾ വർക്ക് ചെയ്യുക, നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കുക, പ്രാർത്ഥിക്കുക, അത്രേ ഉള്ളൂ. ഏതായാലും ഈ പുംസവനം എന്നുള്ളതിന് ഈ ചെറിയ വലിയ കാര്യം ഇപ്പോഴതിനെപ്പറ്റി പുതിയ തലമുറയ്ക്ക് മനസ്സിലാക്കി കൊടുക്കാവുന്ന രൂപത്തിൽ ഈശ്വരൻ അവതരിപ്പിച്ചതിൽ വളരെ സന്തോഷം, നന്ദി. ഈ വീഡിയോ പലർക്കും ഒരു പ്രചോദനമാവും, അതാണ് നമ്മളുടെ ഉദ്ദേശം. ആയതുകൊണ്ട് ഇത്രയും നേരം എന്നോടൊപ്പം ചെലവഴിച്ചതിന് നന്ദി, നമസ്കാരം.